എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലേ? അതായത് കന്നിമാസം 6-ാം തീയതിയാണ്. 22/5/2025 1201 ആണ്ട് കന്നിമാസം 6-ാം തീയതിയാണ്. ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇന്ന് പൂജ വയ്പ്പിൻ്റെതായ എല്ലാ ചടങ്ങുകളും ആരംഭിക്കുന്ന ഒരു ദിവസമാണ്. പൂജ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ദുർഗാഷ്ടമി, അതായത് നവദുർഗ, അതായത് ദുർഗാദേവിയെ 9 ഭാവങ്ങളിൽ 9 ശക്തിയിൽ ആവിർഭവിച്ച് ഭഗവതിയുടെ രൂപം 9 രീതിയിൽ നമ്മൾ ആരാധിക്കുന്ന ആ ഒരു നവരാത്രി, അതായത് 9 രാത്രി എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട ദിവസം ഇന്ന് തുടങ്ങുകയാണ്. നമുക്കിന്ന് ഓരോ ദിവസവും ഓരോ ദുർഗാദേവിയാണ്, ഓരോ രൂപത്തിലുള്ള ദുർഗാദേവിയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് ശൈലപുത്രിയുടെ ആരാധനയോടുകൂടി നമ്മൾ ഇന്ന് നവരാത്രിയുടെ ദിവസം കുറിക്കുന്നു. ഈ നവരാത്രി ദിവസം അറിയാമല്ലോ, നമുക്ക് തിങ്കളാഴ്ച ദിവസം, ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ദിവസം വൈകുന്നേരത്തോടു കൂടി തമിഴ്നാട്ടിൽ നിന്ന് കുണ്ടണി മങ്ക എന്ന് പറയുന്ന ഒരു ഭഗവതി ഓടിയെത്തുകയാണ്. അതായത് സുബ്രഹ്മണ്യസ്വാമിയുടെ വള്ളിയുമായുള്ള വിവാഹം വാർത്ത, സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചുള്ള ഒരു ചെറിയ പരദൂഷണം ശ്രീ പത്മനാഭസ്വാമിയെ അറിയിക്കാനായിട്ട്, മുതിർന്ന ആളെ അറിയിക്കാനായിട്ട് ഓടി വരികയാണ് മുമ്പേ. പിന്നാലെ വെള്ളിക്കുതിരപ്പുറത്ത് സുബ്രഹ്മണ്യസ്വാമി എഴുന്നള്ളുന്നുണ്ട്. എന്നാൽ ഇവിടെ വന്ന് നേരത്തെ അറിയിച്ചിട്ട് മിണ്ടാത്ത പാവം പോലെ ആര്യശാലയിലുള്ള ദേവീക്ഷേത്രത്തിൽ അമ്മ കുടിയിരിക്കുന്നു. അതിനുശേഷം സുബ്രഹ്മണ്യസ്വാമി വരുമ്പോൾ കൂടെ ഒന്നും അറിയാത്തതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു. അവിടെ സരസ്വതി ഇരിക്കുന്നു. സുബ്രഹ്മണ്യസ്വാമി വലിയ ശാലയിലുള്ള ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഈ നവരാത്രിയുമായി അനുബന്ധിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളിൽ ചിലത്. അപ്പോൾ നമുക്കിന്ന് നവരാത്രി ആരംഭമാണ്. ഇനി നമുക്ക് 9 ദിവസത്തിനകം നമുക്ക് നല്ല ഒരു വിശേഷപ്പെട്ട ദിവസമാണ്, വിദ്യാരംഭത്തിനുള്ള ദിവസമാണ്. അപ്പോൾ നമുക്ക് ദുർഗാദേവിയെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പരിപാടി ആരംഭിക്കാം. ഓം ഹ്രീം ദും ദുർഗായേ നമഃ. ഇന്ന് നമുക്ക് എല്ലാ കൂറുകാരുടെയും ഫലം പരിശോധിക്കാം. മേടക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഗുണാധിക്യമാണ്. എന്നാൽ ഉച്ചയോടുകൂടി ചില സാമ്പത്തിക പ്രശ്നങ്ങളിൽപ്പെട്ട് മാനസിക വൈക്ലഭ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നു. വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ചില സംഭവങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് അസുഖങ്ങളോ പെട്ടെന്നുള്ള ആപത്തുകളോ ഒക്കെ വന്ന് മനക്ലേശമുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ സന്താനങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല. സന്താനങ്ങളെക്കുറിച്ചുള്ള പ്രയാസങ്ങളൊക്കെ ഇന്ന് മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. വിദേശ പഠനത്തിനോ വിദേശ ജോലിക്കോ വിദേശത്ത് പോകാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ മറുപടികൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകാനും സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്കും അതേപോലെ മറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും എല്ലാം തന്നെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ചില തെറ്റിദ്ധാരണകൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഇടവക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായി കാണുന്നു. പല ഉദ്ദേശ കാര്യങ്ങൾ സാധിക്കാൻ സാധ്യതയുണ്ട്. പല മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ കാര്യങ്ങളാണ് കാണുന്നത്. എന്നാൽ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെടാനും സാധ്യത കാണുന്നു. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ച് ചെയ്ത് മുൻപോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കലാകായിക രംഗങ്ങളിൽ അല്ലെങ്കിൽ കായികമായ ഏത് തൊഴിലിനെയും, അതായത് അധ്വാനം ഉള്ള ഏത് തൊഴിലിനെയും ഈ കൂട്ടത്തിൽ പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചെറിയ തൊഴിലായാലും വലിയ തൊഴിലായാലും ചെയ്യുന്ന ആളുകൾക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്.
സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു അയവ് വരുന്ന ഒരു ദിവസമാണ്. സന്തോഷ നിമിഷങ്ങൾ കുടുംബാംഗങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് സാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുറച്ച് വിഷമത അനുഭവിക്കേണ്ടതായിട്ട് കാണുന്നു. ബിസിനസ്സുകാർക്കും വളരെ അധികം ലാഭം കൊയ്യുന്ന ഒരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക, എല്ലാം അനുകൂലമായി വരും. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നതെങ്കിലും ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാനുള്ള സാധ്യത കാണുന്നു. ക്ഷീണം, മടി തുടങ്ങിയ ചില ബുദ്ധിമുട്ടുകളുണ്ട്. പല നല്ല കാര്യങ്ങളും മുടങ്ങിപ്പോകാനായി സാധ്യതയുണ്ട്. വൈദ്യസഹായം തേടുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അധികരിക്കുന്നതിന് മുൻപ് വൈദ്യസഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന ആകാംക്ഷ, ഭയം ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അല്ലെങ്കിൽ വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്ക്, ഹയർ സ്റ്റഡീസിന് ഒരുങ്ങുന്നവർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. ദൂരയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് നഷ്ടം വരാനായിട്ട് സാധ്യതയുണ്ട്. ഷെയറിൽ ധനം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വളരെ മോശമല്ലാത്ത ലാഭം ലഭിക്കുന്നതാണ്. അതേപോലെ കച്ചവടക്കാർക്കും ഇന്ന് വളരെ നല്ല ഒരു ദിവസമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇന്ന് മിഥുനക്കൂറുകാർക്ക് കാണുന്നില്ല. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാന്തമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. ധൃതിയും വെപ്രാളവും അക്ഷമയും ഒക്കെ കളഞ്ഞ് കാര്യങ്ങൾ കാര്യക്ഷമതയോടുകൂടി നോക്കിക്കാണേണ്ട ദിവസമാണ്. യൂണിഫോം ഇട്ട ഉദ്യോഗം ചെയ്യുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് കുറച്ച് ക്ലേശകരമായൊരു ദിവസമാണെങ്കിലും സാമ്പത്തിക നഷ്ടം വരാതെ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കില്ല. ഷെയറിൽ പണം നിക്ഷേപിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത്. വീട്ടിൽ, ഗൃഹത്തിൽ ചില സന്തോഷകരമായ സംഭവങ്ങളൊക്കെ നടക്കുമെങ്കിലും ദിവസത്തിൻ്റെ അവസാനത്തോടുകൂടി ചില മനക്ലേശങ്ങൾ അനുഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. വളരെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ദോഷങ്ങളൊന്നും വരുന്നതായിട്ട് കാണുന്നില്ല. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്തരം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ബിസിനസ്സുകാർക്ക് കച്ചവടമൊക്കെ വളരെ ദ്രുതഗതിയിൽ നടക്കുകയും ലാഭം ലഭിക്കുകയും ചെയ്യും. എന്നാൽ സ്വർണം വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായി കാണുന്നില്ല. ഇന്ന് ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാകാം. നഷ്ടം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ തസ്കര ഭയം, അതായത് വളരെ പേഴ്സ്, ബാഗ് ഒക്കെ വളരെ സൂക്ഷിച്ച് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. വീടിനുള്ളിലെ ജനലുകൾ, കതകുകളൊക്കെ അടച്ച് ഭദ്രമാക്കി വെക്കേണ്ടതാണ്. തസ്കര ഭയം, അതായത് മോഷ്ടാക്കൾ പ്രവേശിക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുകൂടാതെ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമാണ് ഇന്ന്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. കന്നിക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരിക്കും. എന്നാൽ ചില ക്ലേശങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ അനിവാര്യമാണ്. സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഇന്നത്തെ ദിവസം നല്ലതല്ല. വസ്തുവകകൾ വാങ്ങാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ തീരുമാനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ പോലും അതിൽ നഷ്ടത്തോടു കൂടിയാണ് അത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്.
അതേപോലെ വാഹനാദികൾ കൊടുക്കാനോ വാങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കും ചില നഷ്ടങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു. വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ അധികാരമുള്ള ജോലി ചെയ്യുന്നവർക്കൊക്കെ അത്ര തന്നെ അനുകൂലമായൊരു സാഹചര്യമല്ല ഇന്ന് ഉണ്ടാകുന്നത്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി കുറച്ച് ആശ്വാസകരമായ ഒരു സമയം വന്നു ചേരുന്നതാണ്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ട് കാണുന്നു. എങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ചെറിയ ചെറിയ അപകടങ്ങൾ, തീപിടുത്തം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോകേണ്ടതാണ്. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള യൂണിഫോം ഇട്ട ജോലികൾ, പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ്മാൻ, ഇതെല്ലാം യൂണിഫോം ഇട്ട ജോലിക്കാരാണ്. നമ്മുടെ പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ അവർക്കൊക്കെ ഇന്ന് അത്ര ഗുണകരമായൊരു ദിവസമായിരിക്കില്ല. വളരെ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും. സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. എന്നാൽ വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളാനായിട്ട് ഏറ്റവും ഉതകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. കുടുംബത്തിൽ പതിവില്ലാത്ത ഒരു സമാധാനവും സന്തോഷവും വന്നു ചേരുന്ന ഒരു ദിവസമാണ്. സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ധനനഷ്ടത്തിന് സാധ്യതയില്ല. എന്നാൽ ഷെയർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും സമാധാനം ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. വൈദ്യസഹായം ലഭിക്കുകയും ആശ്വാസകരമായ മറുപടി ലഭിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളുടെ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ചില സ്ഥലത്ത് കൃത്യമായി എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അപ്രകാരം എത്തിച്ചേരാത്തത് മൂലം ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരാധീനം ഉണ്ടാകട്ടെ. സന്താനങ്ങളെ കൊണ്ട് വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ നക്ഷത്രഫലം അല്ലെങ്കിൽ രാശിഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ ലാഭകരമായ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. ക്ഷേത്ര ദർശനം നടത്താൻ യോഗമുണ്ട്. അതേപോലെ തന്നെ സന്തോഷകരമായ ഏതെങ്കിലും യാത്രയിൽ ഏർപ്പെടാനും പുതിയ സുഹൃത്തുക്കളുമായി പരിചയപ്പെടാനുമൊക്കെ സാധ്യതയുണ്ട്. കൂട്ടുകെട്ടുകൾ വളരെ നല്ലതായി തന്നെ കാണുന്നു. സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് ഇന്ന് ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. കുട്ടികളെക്കുറിച്ചുള്ള ആകാംക്ഷയ്ക്ക് ഒരു പരിഹാരമുണ്ടാകുന്നതാണ്. കുട്ടികളുടെയോ തങ്ങളുടെയോ തന്നെ വിവാഹം തീരുമാനിക്കാനും കമിതാക്കൾക്ക് വിവാഹത്തിന് അനുമതി ലഭിക്കാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർക്കും ഇന്ന് മെച്ചപ്പെട്ട ദിവസമായിരിക്കും. എല്ലാ മേഖലയിലും പെട്ട ആളുകൾക്കും ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ദോഷാധിക്യമാണ് കാണുന്നത്. കാരണം വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപവാദങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് വിന വരുത്തുന്ന ഒരു ദിവസമായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഒരു കാര്യത്തിലും നമുക്ക് യാതൊരു തരത്തിലുള്ള ഇടപാടുകളും ഇന്ന് നല്ലതല്ല. ഇന്ന് ധനം കൈകാര്യം ചെയ്യാനായിട്ട് കൂട്ടും തന്നെ നല്ല ദിവസമല്ല. എന്നാൽ പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ള
നല്ലൊരു ദിവസമാണെങ്കിലും ധനനഷ്ടം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് വളരെയധികം മനക്ലേശം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ അനുസരണക്കേടോ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ വിജയത്തിനുള്ള തടസ്സമോ ഒക്കെ വന്ന് ഭവിക്കാനായിട്ടുള്ള സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നതാണ്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സഹായികൾ എത്തുന്നതാണ്. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്ന് വളരെ അനുകൂലമായ സമാധാന വാക്കുകൾ കേൾക്കുകയും നാളേക്ക് നല്ലത് വരാനായിട്ട് ഒരു പ്രതീക്ഷ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. എന്നാൽ ആഹാരാദി കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ അലട്ടാനായി സാധ്യതയുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇത് ബാധകമാണ്. എന്നാൽ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി മുക്കാൽ. ഇന്നത്തെ ദിവസം ഈ കൂറുകാർക്ക് വളരെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ലാഭം ലഭിക്കുന്ന ഒരു ദിവസമാണ്. ഷെയർ തുടങ്ങിയ കാര്യങ്ങളിൽ ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ലാഭം ലഭിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ വലിയ എമൗണ്ടുകൾ നിക്ഷേപിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വേണം. ചെറിയ എമൗണ്ടുകളിൽ നിന്ന് വലിയ ലാഭം കിട്ടാനുള്ള ഒരു ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ധാരാളം കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കുവാനും അല്ലെങ്കിൽ പർച്ചേസ് നടത്തുമ്പോൾ ലാഭകരമായി വാങ്ങാനുമൊക്കെ വളരെ നല്ലൊരു ദിവസമായിരിക്കും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. എന്നാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദീർഘയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക്, വിദേശ പഠനം അല്ലെങ്കിൽ ഉദ്യോഗം ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായ മറുപടി ലഭിക്കുന്നതല്ല. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരിട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂല ദിവസമായി കാണുന്നു. സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ആകാംക്ഷ അല്ലെങ്കിൽ ഒരു കെട്ടിടം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങാനൊക്കെ ആയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. മാനസിക സംഘർഷം അനുഭവിക്കുന്നവർക്ക് അതിന് ആശ്വാസപ്രദമായ രീതിയിൽ കുടുംബാംഗങ്ങളുടെ ഇടപെടൽ മൂലം സന്തോഷമുണ്ടാകാനായിട്ട് സാധിക്കുന്നതാണ്. ചില കലഹങ്ങൾ ഒത്തുതീർപ്പിലാകുന്ന ഒരു ദിവസമായിരിക്കും ഇത്. വളരെ ഉല്ലാസകരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഉല്ലാസകരമായ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കുക അല്ലെങ്കിൽ ടെന്നീസ് കളിക്കുക, അങ്ങനെയൊക്കെയുള്ള സ്പോർട്സ് സംബന്ധമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് തുടങ്ങിയ ചില ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വാഹനങ്ങൾക്ക് ചില റിപ്പയർ വരാനോ അല്ലെങ്കിൽ സർവീസിന് പോകാനോ അങ്ങനെ വാഹന സംബന്ധമായൊരു ചിലവും ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. രാഷ്ട്രീയക്കാർക്ക് ഇന്ന് നല്ല അനുകൂലമായ ദിവസമാണ്. ബിസിനസ്സുകാർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെ കാണുന്നു. സന്താനങ്ങളെ കൊണ്ട് വിഷമത അനുഭവിക്കുന്നവർക്കും അനുകൂലമായ മറുപടികൾ പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുകയും മനഃശാന്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അങ്ങനെ നമ്മുടെ വിജയദശമിയുടെ ആരംഭമാണ് ഇന്ന്. എല്ലാവരും സരസ്വതി ദേവിയെയും നവ ദുർഗയെയും പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോവുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു.